ഹലോ, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈഡ് റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വെണ്ടയ്ക്ക ഫ്രൈ റെഡിയാക്കാനായിട്ട് നമുക്ക് എത്രത്തോളം വെണ്ടയ്ക്ക ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മളൊരു തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴത്തെയും മുകളിലത്തെയും പാട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് മുകളിൽ നിന്ന് താഴോട്ട് ഒരു വെണ്ടയ്ക്ക 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീഡ് കളയാൻ, നമ്മളിപ്പോൾ ഇത് കളഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക. ഇപ്പോൾ ഈ വെണ്ടയ്ക്കയിൽ ഒട്ടും തന്നെ വെള്ളമയമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാല വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും നമ്മളിതിലേക്ക് വിതറി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് കോൺഫ്ലോർ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ കോൺഫ്ലോർ ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതല്ലെങ്കിൽ അരിപ്പൊടിയാണെങ്കിലും നമുക്ക് 1 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1.5 സ്പൂൺ കടലമാവാണ് വിതറി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 1 സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഇതിലേക്ക് തളിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം തളിച്ച് കൊടുത്ത് നമ്മളിതൊന്ന് നനച്ചെടുക്കണം. ഒരുപാട് വെള്ളം അങ്ങ് കോരി ഒഴിച്ച് നമ്മളിതങ്ങ് കുഴ പോലെ ആക്കാൻ പാടില്ല. കുറേശ്ശെ വെള്ളം നനച്ച് കൊടുത്ത് നമ്മൾ ചെറുതായിട്ട് ഈ മസാലയെല്ലാം വെണ്ടയ്ക്കായിൽ നല്ല രീതിയിൽ പിടിക്കുന്നത് പോലെ ഈ ഒരു രീതിയിൽ നമ്മൾ നനച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ ഇട്ട് ഇളക്കരുത്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് 2 വശവും തിരിച്ചിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് ഇതുപോലെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്